ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു അടിപൊളിയായിട്ടുള്ള മന്തിയുടെ റെസിപ്പി നോക്കിയാലോ. ഒരുപാട് പേർക്ക് ഇതിൻ്റെ റെസിപ്പിയൊക്കെ അറിയാമായിരിക്കും, ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ കാണുന്നതാണ്. പക്ഷെ ഞാൻ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് വേഗത്തിലൊന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഞാനതിനായിട്ട് നമുക്ക് ആദ്യം ഒരു മസാല പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂണോളം നമ്മുടെ ചെറിയ ജീരകം, അതിലേക്ക് നമ്മുടെ ബേ ലീഫും, അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, ഗ്രാമ്പൂ, പിന്നെ നമ്മുടെ ഉണക്ക നാരങ്ങയല്ലേ, ആ ഉണക്ക നാരങ്ങയും, പിന്നെ കുരുമുളകും, പിന്നെ മല്ലിപ്പൊടി. മല്ലിയുള്ളവർക്ക് മല്ലി ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ മല്ലി ഇല്ലാത്തത് കൊണ്ട് ഞാൻ മല്ലിപ്പൊടിയാണ് കേട്ടോ ഞാനിവിടെ ചേർക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നല്ല പോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം തണുത്ത് നമുക്കതൊന്ന് പൊടിച്ച് മാറ്റി വയ്ക്കാം. ഇതാണ് നമ്മുടെ മസാല എന്ന് പറയുന്നത്. ഈ മസാല ഏകദേശം മുഴുവനായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്, പിന്നെ ഒരല്പം മാത്രമേ നമ്മൾ മാറ്റി വയ്ക്കുന്നുള്ളൂ. ഞാനിവിടെ ചിക്കൻ ചെറിയ ചെറിയ പീസായിട്ടുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നമ്മുടെ മന്തിക്കൊക്കെ എടുക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചിക്കൻ്റെ പീസ് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനും എടുക്കുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ 4 കപ്പ് അരിയും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ മസാല വേഗം പ്രിപ്പയർ ചെയ്യാം. നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന ആ ഒരു മസാലയിൽ നിന്ന് വളരെ കുറച്ച് ഭാഗം മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരല്പം വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വിനാഗിരിയും നാരങ്ങ നീരും കൂടെ മിക്സ് ചെയ്തതാണ്, അതൊരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും, അതേപോലെ തന്നെ 1 ടീസ്പൂണോളം നമ്മുടെ മുളക് പൊടിയും, ആവശ്യത്തിനുള്ള ഉപ്പും എല്ലാം കൂടെ ചേർത്ത് ഞാനിതാ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തെടുത്തതിലേക്ക് നമ്മുടെ ചിക്കൻ ഞാനിവിടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. നമുക്ക് ചിക്കൻ ഒരു 2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ചിക്കനിൽ നമ്മൾ മസാലയൊക്കെ പിടിപ്പിച്ചതിന് ശേഷം ഞാനത് ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. കൂട്ടുകാരും ആ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് മന്തിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ചട്നി തയ്യാറാക്കാം. അപ്പം ഈ ഒരു തക്കാളി ചട്നി തയ്യാറാക്കാൻ മിക്കവർക്കും അറിയാം. അപ്പം തക്കാളി ഞാനിവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പകുതി സവാള അരിഞ്ഞത് ചേർക്കുന്നുണ്ട്, ഒരു 2-3 അല്ലി വെളുത്തുള്ളി, അതേപോലെ തന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, പിന്നെ ഒരല്പം മല്ലിയില, പിന്നെ ഒരല്പം വിനാഗിരി, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും, അതേപോലെ തന്നെ 1-2 സ്പൂണ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഞാനിവിടെ നല്ലപോലെ അടിച്ചെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ്. കൂട്ടുകാരെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 മണിക്കൂറോളം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ചിക്കൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനെ ഒന്ന് വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് സ്റ്റീം ചെയ്തെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചിക്കൻ നിങ്ങൾക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഞാനിവിടെ ചിക്കനെ വേറൊരു പാത്രത്തിലോട്ടാക്കിയിട്ട് ഗ്യാസ് സ്റ്റോപ്പിലോട്ട് വെച്ച് അതിനെ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ നല്ല അത്യാവശ്യം കുറഞ്ഞ തീയിൽ തന്നെ ആദ്യത്തെ ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് കുറഞ്ഞ തീയിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്തതിന് ശേഷം ഈ ഒരു രീതിയിൽ അതിനകത്തു നിന്നുള്ള ആ ഒരു ചിക്കൻ്റെ സ്റ്റോക്ക് ഇറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ കാണുന്ന രീതിയിൽ തന്നെ ഞാൻ അല്പം പോലും വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് ആ ഒരു സ്റ്റോക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വേവിച്ച് വെച്ച ആ ഒരു ചിക്കൻ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മസാലക്കൂട്ടുണ്ടല്ലോ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൽ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പാത്രത്തിലോട്ട് ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ആ ചിക്കൻ ഒന്ന് തണുക്കട്ടെ. ഇതാ നോക്കിക്കേ, നമുക്ക് ഇത്രത്തോളം ചിക്കൻ്റെ സ്റ്റോക്ക് ആ ഒരു വെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വെള്ളം നമുക്ക് റൈസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വേണം. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഞാനിവിടെ ഒരു 4 കപ്പ് റൈസ് എടുക്കുന്നുണ്ട്. അപ്പം ആ റൈസ് ഞാനിവിടെ 2 മണിക്കൂറോളം തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നല്ല രീതിയിൽ തന്നെ മന്തി റൈസ് അല്ല കേട്ടോ, നോർമൽ റൈസാണ്. പിന്നെ നമുക്ക് വേഗം തന്നെ റൈസിൻ്റെ റെസിപ്പി പറഞ്ഞു തരാം. ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളിയുള്ള ബാലൻസ് ഉണ്ടായിരുന്നത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മസാലകൾ 2 നാരങ്ങ, ബേ ലീഫ്, അതേപോലെ തന്നെ ഗ്രാമ്പൂ, പട്ട, ഏലക്ക, ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ചെറിയ ജീരകം, പിന്നെ നമ്മുടെ കുരുമുളക്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഞാനിവിടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ നമ്മുടെ മസാലാസൊക്കെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ഞാനിവിടെ ഒരു ചെറിയ സവാള
ഇടുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു പകുതി ക്യാപ്സിക്കം അരിഞ്ഞതും കൂടെ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ഒരു തക്കാളി ഞാൻ അരിഞ്ഞിടുന്നില്ല, അത് പകരം മിക്സിയിൽ അടിച്ച് അതിനെ പേസ്റ്റ് ആക്കിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഒരു തക്കാളി പേസ്റ്റ് ചെയ്തതും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ റൈസിന് ആവശ്യമായിട്ടുള്ള വെള്ളമാണ്. ഓൾറെഡി നമ്മുടെ ചിക്കൻ്റെ സ്റ്റോക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ആ വെള്ളം ഉണ്ടല്ലോ, അപ്പം അത് എത്രയുണ്ട് എന്നുള്ളത് കൂട്ടുകാർ നോക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാനിവിടെ ചേർക്കുന്നത്. ആ ഒരു രീതിയിൽ വെള്ളം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കൊടുത്തതിലേക്ക് ഞാനിവിടെ ഒരു 2-3 പച്ചമുളക് കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ മാഗി ക്യൂബ് ചേർക്കുന്നുണ്ട്. ഒരൊറ്റ കഷ്ണം മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ 2 പീസ് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾ ചേർത്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, കാരണം ചിക്കൻ്റെ സ്റ്റോക്കിൻ്റെ ആ ഒരു വെള്ളം നല്ലൊരു ഫ്ലേവർ നമുക്ക് തരും. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മസാലയും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ തന്നെ അത് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് തിളയ്ക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ ആദ്യം മാറ്റി വെച്ചിരുന്ന നമ്മുടെ ആ ഒരു ചിക്കനൊക്കെ നല്ല പോലെ തന്നെ തണുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബാലൻസ് മാറ്റി വെച്ചിരുന്ന മസാലയിൽ നമുക്ക് നന്നായിട്ട് അതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കതിനൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ തന്നെ നമ്മുടെ ആ ഒരു ചിക്കനൊക്കെ ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ റൈസിൻ്റെ ആ ഒരു വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് നോക്കാം. ഒരു 10 മിനിറ്റ്സ് ഒക്കെ ആകുന്നതിനനുസരിച്ച് നമുക്കിതൊന്ന് തുറന്നിട്ട് അപ്പോഴപ്പോഴായിട്ട് നമ്മുടെ റൈസ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാൻ കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ചിക്കൻ അപ്പുറത്തെ സൈഡിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഒരുമിച്ച് തന്നെ ഈ റൈസ് ആകുന്നതിന് കൂടെ തന്നെ നമുക്ക് നമ്മുടെ ചിക്കനും കൂടെ നമുക്ക് റെഡിയാക്കിയിട്ട് നമുക്ക് ദം ചെയ്തല്ല നമുക്കൊന്ന് ഒരു സ്മോക്കി എഫക്റ്റ് കിട്ടുന്നതിന് വേണ്ടി നമുക്കൊന്ന് സ്മോക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ റൈസ് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടുന്നുണ്ട്. ഒരു 20 മിനിറ്റൊക്കെ ആകുമ്പോൾ നമ്മുടെ റൈസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് അത്രത്തോളം സമയം നമ്മൾ വെള്ളത്തിലും കൂടെ നമ്മുടെ റൈസ് ഇട്ട് വെക്കുന്നത് കൊണ്ടാണ് കേട്ടോ. ആ ഒരു അരി നമ്മൾ ഇട്ട് വെക്കുന്നത് കൊണ്ടാണ് നമ്മുടെ റൈസ് വേഗം തന്നെ പ്രിപ്പയറായി കിട്ടുന്നത്. നോർമൽ ബിരിയാണി അരിയാണ്, പക്ഷേ നമ്മുടെ റൈസ് കണ്ടാൽ അത് പറയത്തില്ല. നല്ല നീളമുള്ള അരി തന്നെ നമുക്ക് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റൈസൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. ഇതിലേക്ക് ആ റൈസിൽ ഞാനിവിടെ കുറച്ച് നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നത് റൈസ് അല്പം പോലും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കൂട്ടുകാരും മറന്നു പോകുന്ന നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുക, ഞാനത് പറയാൻ വിട്ടുപോയി. അപ്പം ഇവിടെ ആയി വന്ന റൈസിലേക്ക് നമ്മൾ ചിക്കൻ പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഓയിൽ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഇത് ഒന്ന് പുകച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളക് ഞാനിങ്ങനെ എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. നടുക്ക് നമ്മൾ ഈ പുകയ്ക്കാനുള്ള ഒരു പാത്രം വയ്ക്കാനുള്ള ഒരു സ്പേസ് വെച്ചിട്ട് ബാക്കി നമ്മുടെ ചിക്കനും എല്ലാം കൂടെ കൊടുക്കുന്നുണ്ട്. നിങ്ങളിൽ ചാർക്കോൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ രീതിയിൽ കാണിക്കുന്നത് പോലെ നിങ്ങൾക്ക് ചിരട്ട ചുട്ട് എടുക്കാം കേട്ടോ. കുഞ്ഞു പിള്ളേരൊന്നും ചെയ്യരുത്, മുതിർന്നവരോട് പറഞ്ഞ് ചെയ്യാം. അപ്പം ഈ ഒരു രീതിയിൽ ഞാൻ നമ്മുടെ ചിരട്ട കത്തിച്ചിട്ട് ചാർക്കോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരല്പം സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും നല്ല രീതിയിലുള്ള ഒരു പുക പുറത്ത് വരും. അപ്പോൾ തന്നെ നമുക്കിത് അടച്ച് ഒന്ന് ദം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നല്ല ഫ്ലേവറായിട്ടുള്ള മന്തി നമുക്കിവിടെ റെഡിയാണ്. അപ്പോൾ ഞാനിത് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തത് കൊണ്ടാണ് കറിക്ക് എടുത്ത രീതി ആയിപ്പോയത്. കൂട്ടുകാരെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ബൈ ബൈ.